സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വാൽമീകി വിരചിതമായ യോഗവാസിഷ്ഠം അഥവാ ജ്ഞാനവാസിഷ്ഠം അല്ലെങ്കിൽ വാസിഷ്ഠരാമായണം എന്ന ഗ്രന്ഥത്തിലെ 5-ാമത്തെ പ്രകരണമായ ഉപശമപ്രകരണത്തിൻ്റെ അവസാനത്തെ സർഗം, അതായത് 10-ാമത്തെ സർഗം, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ സർഗത്തിൻ്റെ പേര് ആകാശഗത്യഭാവാദി നിരൂപണം. ആകാശഗതി എന്ന് പറഞ്ഞാൽ ആകാശ സഞ്ചാരം, പ്ലെയിനിലൂടെയോ ഹെലികോപ്റ്ററിലൂടെയോ ഉള്ള സഞ്ചാരമല്ല. യോഗിമാർക്ക് ആകാശ സഞ്ചാരം ചെയ്യാൻ പറ്റും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള സിദ്ധപുരുഷന്മാർ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകാം. അറിയാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ജ്ഞാനികൾ വേദാന്തത്തെ ചർച്ച ചെയ്യുന്ന ഒരു അപൂർവമായ ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം. അതിൽ ഈ ജ്ഞാനികൾ സിദ്ധികൾ പ്രദർശിപ്പിക്കുന്നതായി കാണപ്പെടുന്നില്ലല്ലോ. അവർ അധികം സിദ്ധികളെ ഒന്നും പ്രദർശിപ്പിച്ചതായി കാണുന്നില്ലല്ലോ. അവർക്ക് അതിനുള്ള കഴിവില്ലേ എന്ന ഒരു സംശയം ശ്രീരാമൻ കുലഗുരുവായ വസിഷ്ഠനോട് ചോദിക്കുകയാണ്. രാമൻ്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. രാമൻ ചോദിച്ചു, ആത്മനിഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായ അല്ലയോ മഹാമുനെ, ജീവൻ മുക്തന്മാരുടെ ശരീരത്തിന് ആകാശഗമനാദി അദ്ഭുത സിദ്ധികളൊന്നും കാണുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ആകാശഗമനം തുടങ്ങിയ സിദ്ധികളെ പ്രദർശിപ്പിച്ച മഹാത്മാക്കളുണ്ട്. ഉദാഹരണത്തിന് ശങ്കരാചാര്യസ്വാമികൾ. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ അന്ത്യം അടുത്തപ്പോൾ ഉത്തരേന്ത്യയിൽ എവിടെയോ തത്വപ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്ന ശങ്കരാചാര്യർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാതാവിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നതായി അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നു. സാധാരണഗതിയിൽ ജ്ഞാനികൾ സിദ്ധികളൊന്നും പ്രദർശിപ്പിക്കാറില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരുമായി വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് പലതരം സിദ്ധികളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഒരു വിഷമവുമില്ല. രാമൻ്റെ ചോദ്യം വായിക്കാം. ആത്മനിഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായ അല്ലയോ മഹാമുനെ, ജീവൻ മുക്തന്മാരുടെ ശരീരത്തിന് ആകാശഗമനാദി അദ്ഭുത സിദ്ധികളൊന്നും കാണുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അങ്ങനെ കാണപ്പെടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആ സിദ്ധികളോട് കൂടിയ എത്രയോ മഹാത്മാക്കളെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പൊതുവെ അവർ അങ്ങനെ സിദ്ധികൾ പ്രദർശിപ്പിക്കുന്ന കൂട്ടരല്ല. വസിഷ്ഠ മഹർഷി പറഞ്ഞു, അല്ലയോ രാമ, ആത്മജ്ഞാനത്തിനും സിദ്ധികൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആത്മജ്ഞാനം വേറെ, സിദ്ധി വേറെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സിദ്ധികളിൽ വെച്ച് ഏറ്റവും വലിയ സിദ്ധിയാണ് ആത്മജ്ഞാനം. സിദ്ധപുരുഷന്മാർക്ക് പോലും ആത്മജ്ഞാനം ലഭിക്കാതെ സിദ്ധികൾ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആത്മജ്ഞാനമാണ് ഏറ്റവും വലിയ സിദ്ധി. ആത്മജ്ഞാനത്തിനും സിദ്ധികൾക്കും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പല സിദ്ധികളും ഉണ്ടാകും എന്ന് കരുതാൻ നിർവാഹമില്ല. ആകാശഗമനം തുടങ്ങിയ മറ്റ് സിദ്ധികൾ നേടിയതുകൊണ്ട്, അഷ്ടമഹാസിദ്ധികളെക്കുറിച്ചാണ് ശാസ്ത്രങ്ങളിൽ വിവരിക്കുന്നത്. ആ അഷ്ടമഹാസിദ്ധികൾ നേടിയാൽ പോലും ആത്മജ്ഞാനം ലഭിക്കാതെയും ഇരിക്കാം. അതാണ് ഇവയ്ക്ക് തമ്മിൽ ബന്ധമില്ല എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നത്. ആ ആകാശഗമനാദി സിദ്ധികൾ നേടാൻ ആത്മജ്ഞാനം നേടണമെന്നില്ല. യോഗിമാർക്ക് മനസ്സിനെ പല സാധനകളിലൂടെയും ഒരു പ്രത്യേക തലത്തിൽ എത്തിച്ച
മഹർഷിമാർക്കും യോഗിമാർക്കും ആകാശാദിഗമനം തുടങ്ങിയ സിദ്ധികൾ, ആകാശഗമനം തുടങ്ങിയ സിദ്ധികൾ നേടാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം അവർ ആത്മജ്ഞാനികളാണ് എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ സിദ്ധികൾ നേടാൻ ആത്മജ്ഞാനം വേണമെന്നില്ല, മുക്തനാകണമെന്നുമില്ല. മുക്തനായാലേ സിദ്ധികൾ നേടാൻ പറ്റൂ എന്നില്ല. മോക്ഷം അല്ലെങ്കിൽ മുക്തി നേടാതെ തന്നെ പല സിദ്ധികളും ഒരു വ്യക്തിക്ക് വന്നു ചേരാം. ദ്രവ്യശക്തി, മന്ത്രശക്തി, ക്രിയാശക്തി, കാലശക്തി എന്നിവയെ ആശ്രയിച്ച് സിദ്ധികൾ ആർക്കും നേടാവുന്നതേ ഉള്ളൂ. ദ്രവ്യശക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളിൽ ഓരോന്നിനും ഓരോ പ്രത്യേക ശക്തിയുമുണ്ട്. അതാണ് ദ്രവ്യശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ, പലതരത്തിലുള്ള മരുന്നുകൾ, ആ ഓരോ മരുന്നിനും ഓരോ പ്രത്യേകം രോഗത്തെ മാറ്റാനുള്ള അല്ലെങ്കിൽ ഗുണപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. അതൊക്കെ ദ്രവ്യശക്തിയിൽപ്പെടും. ഇതുപോലെ മറ്റൊരു ശക്തിയാണ് മന്ത്രശക്തി. മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്. അതുപോലെ ക്രിയാശക്തി, കർമ്മങ്ങൾ. നാം ഈ ലോകത്തെ എന്തും നേടുന്നത് കർമ്മത്തിലൂടെയാണ്. ആ കർമ്മത്തിന് പലതിനെയും നേടിത്തരാനുള്ള കഴിവുണ്ട്. അതാണ് ക്രിയാശക്തി അഥവാ കർമ്മശക്തി. അവസാനത്തേത് കാലശക്തി. കാലം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സമയം. ഉദാഹരണത്തിന് നമുക്ക് ഋതുക്കൾ എന്ന് പറയാം, സീസൺ എന്ന് പറയുന്നു. മാവ് പൂക്കുന്നത് ഒരു പ്രത്യേക കാലത്താണ്. മഞ്ഞുകാലത്താണ് മാവ് പൂക്കുന്നത്. മഞ്ഞുകാലം വരുന്നേരം മാവുതോറും പൂവു കാണാം, മഞ്ഞു നീങ്ങി വേനലായാൽ പിന്നെ വള്ളം കളി തന്നെ. മഞ്ഞുകാലത്താണ് മാവ് പൂക്കുന്നത്. മറ്റ് സമയങ്ങളിൽ നമ്മൾ എന്ത് ശ്രമിച്ചാലും മാവിൽ പൂ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് കാലത്തെ ആശ്രയിച്ചുള്ള ശക്തിയാണ്. ചില പ്രത്യേക സമയത്ത് മാത്രമേ ചില സസ്യങ്ങളും ചെടികളും അതുപോലെ നമ്മൾ കൃഷി നടത്തുന്നതും കൃഷി ഇറക്കുന്നതും വിള കൊയ്യുന്നതും അതിനൊക്കെ പ്രത്യേക കാലമുണ്ട്. ആ കാലത്ത് മാത്രമേ ആ കർമ്മങ്ങൾ ഫലപ്രദമാവുകയുള്ളൂ. അതിനെയാണ് കാലശക്തി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ 4 ശക്തികളെയും ആശ്രയിച്ച് സിദ്ധികൾ ആർക്കും നേടാവുന്നതേ ഉള്ളൂ. നാത്മജ്ഞസ്യൈഷ വിഷയ ആത്മജ്ഞോ ഹ്യാത്മദൃക് സ്വയം ആത്മനാത്മനി സന്തുഷ്ടോ നാവിദ്യാമനുധാവതി. സിദ്ധികൾ പ്രദർശിപ്പിക്കുക ജ്ഞാനിയുടെ വിഷയമല്ല. അദ്ദേഹത്തിന് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം ഊന്നൽ നൽകുന്നത് അറിവിനാണ്. ആത്മജ്ഞസ്യ യേഷ വിഷയ എന്ന് പറഞ്ഞാൽ ആകാശഗമനം തുടങ്ങിയ കാര്യങ്ങൾ ആത്മജ്ഞാനി അവയൊക്കെ മുഖ്യമായി പരിഗണിക്കുന്നില്ല. ആത്മജ്ഞോ ഹ്യാത്മദൃക് സ്വയം. ആത്മജ്ഞാനി തന്നെ മാത്രം കാണുന്നവനാണ്. പ്രപഞ്ചം മുഴുവൻ താൻ മാത്രം വ്യാപിച്ചിരിക്കുന്നു എന്ന അനുഭവത്തിൽ കഴിയുന്നവനാണ് ആത്മജ്ഞാനി. ആത്മന ആത്മനി സന്തുഷ്ട. തന്നെ കൊണ്ട് തന്നിൽ മാത്രം സന്തുഷ്ടനായി കഴിയുന്നു ജ്ഞാനി. ജ്ഞാനിക്ക് ആനന്ദാനുഭവത്തിന് ബാഹ്യവസ്തുക്കളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അജ്ഞാനികൾ എപ്പോഴും ബാഹ്യപദാർത്ഥങ്ങളെ ആശ്രയിച്ചാണ് സുഖിക്കാറ്. ജ്ഞാനിക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് മാത്രം മതി സുഖമായി കഴിയാൻ. ആത്മനാത്മനി സന്തുഷ്ട ന അവിദ്യാമനുധാവതി. ആത്മജ്ഞാനി അവിദ്യയുടെ പുറകെ ഒരിക്കലും പോകുന്നില്ല. അവിദ്യാകാര്യമാണ് പ്രപഞ്ചം, മായാകാര്യമാണ് പ്രപഞ്ചം എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. രണ്ടും ശരിയാണ്. സൃഷ്ടിക്ക് കാരണം ഈശ്വരശക്തിയായ മായയാണ്, അല്ലെങ്കിൽ ബ്രഹ്മശക്തിയായ മായയാണ്. പക്ഷേ അത് മാത്രം പോരാ. ജീവൻ്റെ ഉള്ളിൽ അവിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി
ഭ്രമിക്കാൻ പറ്റും. അതുകൊണ്ട് അവിദ്യയും അത്യന്താപേക്ഷിതമാണ്. ജ്ഞാനിയുടെ ഉള്ളിൽ അവിദ്യ എന്നേക്കുമായി നഷ്ടമായതുകൊണ്ട്, ജ്ഞാനത്താൽ അത് നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അവിദ്യാകാര്യമായ പ്രപഞ്ചത്തിൽ മോഹിക്കുന്നില്ല, പ്രപഞ്ച പദാർത്ഥങ്ങളെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, സിദ്ധികളെ പ്രദർശിപ്പിക്കണം എന്നുള്ള വിചാരവും അദ്ദേഹത്തിനില്ല. ആത്മജ്ഞാനിക്ക് സിദ്ധികളിൽ താത്പര്യമില്ല. സിദ്ധികൾ ഭൗതിക തലത്തിലെ അവിദ്യാകാര്യങ്ങളാണ്. സിദ്ധികൾ എന്ന് പറയുന്നത് ഭൗതിക തലത്തിലെ അവിദ്യാകാര്യങ്ങളാണ്. അജ്ഞാനത്തിൻ്റെ ഫലമാണ് സിദ്ധികൾ എന്ന് പറയുന്നത്. ജ്ഞാനിക്ക് ഒരു സിദ്ധികൾ നേടാൻ ഒരു പ്രയാസവുമില്ല. സകല സിദ്ധികളുടെയും ഉറവിടമായ ആത്മതത്വത്തെ താനായി അദ്ദേഹം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സിദ്ധികൾ ഒരു വിഷയമല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സിദ്ധികളെ പ്രദർശിപ്പിക്കാം, പക്ഷേ അതിൽ അദ്ദേഹത്തിന് അശേഷം താത്പര്യമില്ല. ആത്മജ്ഞാനി ആത്മരൂപമായ സത്യം വ്യക്തമായി കണ്ട് ആത്മാനന്ദം സ്വയം അനുഭവിക്കുന്നയാളാണ്. ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ സദാ സന്തുഷ്ടനും സംതൃപ്തനുമായി കഴിയുന്നു. അങ്ങനെയുള്ള ആത്മനിഷ്ഠൻ ഭൗതിക തലത്തിലെ അവിദ്യാകാര്യങ്ങളായ സിദ്ധികളുടെ പിന്നാലെ ഒരിക്കലും പറ്റിക്കൂടാറില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് പൂർവജന്മത്തിൽ ഒരു വ്യക്തി ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ് പിന്നീടുള്ള ജന്മങ്ങളിൽ അദ്ദേഹത്തിന് സിദ്ധിയായി അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്നത് എന്നാണ്. പാപകർമ്മങ്ങളുടെ ഫലമാണ് സിദ്ധിയായി അയാളെ സമീപിക്കുന്നത്. അതൊക്കെ അവിദ്യാകാര്യങ്ങളാണ്. ആ സിദ്ധികളിൽ മയങ്ങി പലരും ആത്മമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ലക്ഷ്യം നേടാതെ പതിച്ചു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് സിദ്ധികളെ പ്രദർശിപ്പിക്കുന്നതോ അവയുടെ പുറകെ പോകുന്നതോ അല്ല ജീവിത ലക്ഷ്യം. താൻ ആത്മാവാണ് എന്ന പരമസത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ആത്മനിഷ്ഠൻ എല്ലാ ജഡപ്രതിഭാസങ്ങൾക്കും അപ്പുറത്ത് ബോധസത്യത്തെ കണ്ടെത്തി അതായി വർത്തിക്കുന്നയാളാണ്. ആനന്ദസ്വരൂപമായ ആത്മാവിൽ അദ്ദേഹം പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നു. അതുകൊണ്ട് സന്തോഷത്തിനായി ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. തന്നിൽ തന്നെ പരിപൂർണമായ സന്തോഷം അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ആളാണ് ആത്മജ്ഞാനി. യേ കേചന ജഗദ്ഭാവാസ്ഥാന വിദ്യാമയാൻ വിദുഃ കഥം തേഷു കിലാത്മജ്ഞസ്ത്യക്താ വിദ്യോ നിമജ്ജതി. യേ കേചന ജഗദ്ഭാവാഃ, ഈ പ്രപഞ്ചത്തിൽ എന്തെന്തുണ്ടോ, അത് സിദ്ധികളായാലും ശരി വസ്തുക്കളായാലും എന്തെന്ത് ഈ പ്രപഞ്ചത്തിനകത്തുണ്ടോ, താൻ അവിദ്യാമയാൻ വിദുഃ, അതൊക്കെ അവിദ്യാകാര്യങ്ങളാണെന്ന് ജ്ഞാനി നല്ല പോലെ അറിയുന്നു. കഥം തേഷു കില ആത്മജ്ഞഃ ത്യക്താവിദ്യോ നിമജ്ജതി, അവിദ്യയെ പൂർണ്ണമായി ത്യജിച്ച അല്ലെങ്കിൽ നശിപ്പിച്ച ആത്മജ്ഞാനി എങ്ങനെയാണ് അവിദ്യാകാര്യങ്ങളിൽ ഭ്രമിക്കുക? അയാൾ എങ്ങനെയാണ് അവിദ്യയുടെ പുറകെ പോവുക? അതുകൊണ്ട് ഈ സിദ്ധികളെ നേടുന്നതിലോ അവയെ പ്രദർശിപ്പിക്കുന്നതിലോ ജ്ഞാനിക്ക് അല്പം പോലും താത്പര്യമില്ല. സിദ്ധികളെല്ലാം ജഡഭൗതിക കാര്യങ്ങളാണ്, മായാമയമായ ജഗത്തിനകത്തുള്ള കാര്യങ്ങളാണ്. ജഗത്തിനകത്തുള്ള ആകാശഗമനാദി സിദ്ധികൾ തികച്ചും മായാമയങ്ങളാണ്. അഷ്ടമഹാസിദ്ധികൾ പോലും മായയുടെ തലമാണ്. മായയെ അതിക്രമിച്ച് നിൽക്കുന്നതാണ് ആത്മതത്വം. വാസ്തവത്തിൽ ഈ മായയുടെ തലത്തിലുള്ള സകല സിദ്ധികളും ആത്മാവിൻ്റെ തന്നെ സിദ്ധികളാണ്. ആ സിദ്ധികളുടെ ഉറവിടമായിരിക്കുന്ന ആത്മതത്വത്തെ മനസ്സിലാക്കാതെ സിദ്ധികളിൽ ഭ്രമിച്ച് അവയുടെ പുറകെ പോയാൽ ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ ആയിത്തീരും. ആത്മാവിനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും നമ്മുടെ മൂഢത കാരണമായി ആത്മതത്വം നഷ്ടപ്പെട്ടതുപോലെ തോന്നാമല്ലോ. അങ്ങനെ യഥാർത്ഥത്തിൽ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ തന്നെ അത് നഷ്ടപ്പെട്ടതായി കരുതുന്നവരാണ് ഈ ലൗകികന്മാർ. വാസ്തവത്തിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സത്തയെ, സ്വത്വത്തെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ സ്വരൂപം. എൻ്റെ സ്വരൂപത്തെ എനിക്കൊരിക്കലും നഷ്ടമാക്കാൻ സാധ്യമല്ല.
എന്തുകൊണ്ട്? അതിൻ്റെ സ്വരൂപമായതുകൊണ്ട്. അവിദ്യയെ പൂർണ്ണമായി പരിത്യജിച്ച ആത്മനിഷ്ഠൻ എങ്ങനെയാണ് മായാമയങ്ങളായ പ്രപഞ്ചകാര്യങ്ങളുടെ പുറകെ അല്ലെങ്കിൽ പല സിദ്ധികളുടെയും പുറകെ പോവുക? അതൊരിക്കലും സാധ്യമല്ല എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ആത്മജ്ഞാനത്തിൻ്റെ വഴിയല്ല സിദ്ധികളുടെ വഴി. സിദ്ധികൾ നേടാൻ പ്രത്യേകതരം അനുഷ്ഠാനങ്ങളാണ് വേണ്ടത്. യോഗസിദ്ധികൾ നേടുന്നത് യോഗശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ള അനുഷ്ഠാന ക്രമങ്ങളിലൂടെയാണ്. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ അത് മനസ്സിനെ ക്രമീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ ഉതകുന്ന സാധനങ്ങളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് യോഗത്തിൻ്റെ 8 അംഗങ്ങൾ. അതെന്തിനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മനസ്സിനെ വശീകരിക്കാൻ, മനസ്സിനെ തൻ്റെ നിയന്ത്രണത്തിലാക്കാൻ, ചിത്തവൃത്തികളെ ഉപശമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ യോഗ സാധനകൾ അനുഷ്ഠിക്കപ്പെടേണ്ടത്. പക്ഷേ മനസ്സിനെ ഉപശമിപ്പിക്കുമ്പോൾ ചില സിദ്ധികൾ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മെ തേടിയെത്തും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഏതോ ജന്മങ്ങളിൽ, നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ എപ്പോഴോ നമുക്ക് സിദ്ധി വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം ഇപ്പോൾ സഫലമാകുന്നു എന്ന് കരുതിയാൽ മതി. ആ ജന്മത്തിൽ അത് സഫലമാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത ഒന്നും നമ്മെ തേടി വരില്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ എരന്ന് വാങ്ങിച്ചതാണ് ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന സുഖവും ദുഃഖവും. കർമ്മഫലമാണ് സുഖദുഃഖങ്ങൾ എന്നുള്ള സിദ്ധാന്തം ശരി തന്നെ. പക്ഷേ സുഖം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ആ സുഖം അനുഭവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ് ദുഃഖം. ഏത് സാധനത്തിനും ഫ്രീ കിട്ടാറുണ്ടല്ലോ. സുഖം, ലൗകിക സുഖങ്ങൾ ആഗ്രഹിക്കുന്നവന് പലതരം ദുഃഖങ്ങൾ ഫ്രീ, സൗജന്യമായി ലഭിക്കും. ഇപ്പോൾ ദുഃഖസ്പർശമില്ലാത്ത സുഖമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ലൗകിക സുഖങ്ങളെ പൂർണ്ണമായി ത്യജിക്കുക തന്നെ വേണം. ആത്മസുഖമാണ് ദുഃഖത്തിൻ്റെ കറ പുരളാത്ത തനതായ ഒറിജിനൽ സുഖം. ആ ആത്മസുഖത്തെ ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നേടാൻ പറ്റൂ. അതിന് പ്രപഞ്ചത്തിൽ ത്യാഗബുദ്ധി വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ വിരക്തി വരാതെ ആത്മജ്ഞാനം നേടാൻ സാധ്യമല്ല. സാധന ചതുഷ്ടയത്തെക്കുറിച്ച് ശങ്കരാചാര്യസ്വാമികളും മറ്റ് പല വേദാന്ത കൃതികളും വളരെ ഭംഗിയായി പ്രതിപാദിക്കുന്നുണ്ട്. അതിലാദ്യത്തേത് വിവേകമാണ്, നിത്യാനിത്യ വസ്തു വിവേകം. രണ്ടാമത്തേത് ഇഹ അമുത്ര അർത്ഥഫലഭോഗ വിരാഗം. ചുരുക്കി പറഞ്ഞാൽ വൈരാഗ്യം, വിരക്തി എന്നർത്ഥം. ഇത്ര നീളത്തിൽ പറയേണ്ട കാര്യമില്ല. ഇഹലോകത്തും പരലോകത്തുമുള്ള സകല സുഖങ്ങളിലും ത്യാഗബുദ്ധി, ഇതെനിക്ക് വേണ്ട എന്ന് ആത്മാർത്ഥമായി അവയെ വേണ്ടെന്ന് വയ്ക്കുക. മൂന്നാമതാണ് ശമദമാതി ഷഡ്ക സമ്പത്തി, ശമം ദമം തുടങ്ങിയ 6 ഗുണങ്ങൾ. അവസാനത്തേത് മുമുക്ഷുത്വം അഥവാ മോക്ഷേച്ഛ. മോക്ഷേച്ഛ ഇല്ലാത്തവൻ ഒരിക്കലും മോക്ഷം നേടാൻ പോകുന്നില്ല. അതിനു വേണ്ടി ആഗ്രഹിക്കണം, അതിനു വേണ്ടി കൊതിക്കണം, അതിനു വേണ്ടി പിടയണം ഒരു ജീവൻ്റെ മനസ്സ്. അങ്ങനെ അതിന് ദാഹിച്ച് മോഹിച്ച് തപസ്സിരുന്ന് നേടേണ്ടതാണ്. ഒരു സിനിമാ പാട്ടുണ്ട്, ദാഹിച്ചു മോഹിച്ചു തപസ്സിരുന്നു. തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്. ദാഹിച്ചു മോഹിച്ചു തപസ്സിരുന്നു, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്. അതുപോലെ ആത്മജ്ഞാനം എന്നുള്ളത് നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച്, അതിനു വേണ്ടി ദാഹിച്ച്, അതിനായി ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച് സമ്പാദിക്കേണ്ടതാണ്.
ആത്മജ്ഞാനത്തിൻ്റെ വഴിയല്ല സിദ്ധികളുടെ വഴി. സിദ്ധികൾ നേടാൻ പലതരത്തിലുള്ള അനുഷ്ഠാന ക്രമങ്ങളുമുണ്ട്. ആത്മജ്ഞാനി പോലും സിദ്ധികൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ ആ പ്രത്യേകതരം അനുഷ്ഠാനങ്ങളിൽ സദാ ജാഗരൂകനായി വർത്തിക്കേണ്ടി വരും. സിദ്ധി വേണമെന്നുള്ള ആഗ്രഹം ഒരു ആത്മജ്ഞാനിക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ജിജ്ഞാസുവിനുണ്ടായാൽ, ആ സാധനകൾ അല്ലെങ്കിൽ ആ അനുഷ്ഠാന ക്രമങ്ങൾ ചെയ്യുന്നതിലാവും അയാളുടെ ശ്രദ്ധ. അയാൾ പിന്നെ ആത്മാവിനെ എങ്ങനെയാണ് ഓർമ്മിക്കുക? അതുകൊണ്ട് മുമുക്ഷുവായ ഒരാൾ, അല്ലെങ്കിൽ ഒരു മുമുക്ഷു ഒരിക്കലും സിദ്ധികളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കരുത്. സ്വപ്നത്തിൽ പോലും അവയെ ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാൽ ആ അനുഷ്ഠാനങ്ങളിലാവും അയാളുടെ ശ്രദ്ധ. അയാൾ ആത്മജ്ഞാന പഥത്തിൽ നിന്നും വ്യതിചലിച്ചവനായിത്തീരും. സിദ്ധികൾ സാധിപ്പിക്കുന്ന ദ്രവ്യങ്ങൾ നേടാനും പരിശ്രമങ്ങൾ തുടരാനും അവ നിലനിർത്താനുമുള്ള ക്ലേശങ്ങളിൽ സദാ മുഴുകാനും ഇടയാകും. അയാളുടെ ശ്രദ്ധ സിദ്ധികളിലായി പോവും. സിദ്ധികളിലേക്ക് ശ്രദ്ധ വ്യതിചലിച്ചാൽ ഉണ്ടാകേണ്ട ശ്രദ്ധ നഷ്ടമാകും. രണ്ട് വള്ളത്തിൽ ഒരേ സമയം കാല് വയ്ക്കാൻ പറ്റില്ല. അത് അപകടകരമാണ്. അത് നമ്മുടെ നാശത്തിന് കാരണമായിത്തീരും. ദ്രവ്യമന്ത്രക്രിയാകാലശക്തയ സാധുസിദ്ധിദാഃ പരമാത്മപദപ്രാപ്തൗ നോപകുർവന്തി കശ്ചന. ദ്രവ്യമന്ത്രക്രിയാകാലശക്തയ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദ്രവ്യശക്തി, മന്ത്രശക്തി, ക്രിയാശക്തി, കാലശക്തി. ഈ ശക്തികൾ വേണ്ടതുപോലെ നമുക്ക് സിദ്ധി നേടിത്തരും, ഒരു സംശയവുമില്ല. ആ സാധനങ്ങളിൽ നമ്മൾ വ്യാപരിച്ചാൽ തീർച്ചയായും ഏതൊരു വ്യക്തിക്കും സിദ്ധികൾ നേടാവുന്നതാണ്. എന്നാൽ അവയൊന്നും പരമാത്മപദത്തിൽ എത്തിച്ചേരുന്നതിന് ഉപകരിക്കുന്നതേയില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സിദ്ധികളെ നാം നേടുന്നത് കൊണ്ട് ആത്മജ്ഞാനം നേടാൻ അവ ഒരു തരത്തിലും നമുക്ക് സഹായകമാകുന്നില്ല. പരമാത്മപദപ്രാപ്തിക്ക് അവ ഒരിക്കലും ഉപകരിക്കുന്നില്ല. സാധാരണക്കാർക്ക് അസാധ്യമെന്ന് തോന്നാവുന്ന ഭൗതിക കാര്യമാണ് സിദ്ധി. ഒരു സിദ്ധപുരുഷൻ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളുടെ പ്രവാഹമാണ്. ആ സിദ്ധികളൊക്കെ ഒന്ന് കാണണം എന്ന ആഗ്രഹത്തോടു കൂടി അനേകം ജനങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേരും. പക്ഷേ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സിദ്ധികളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ സിദ്ധികൾ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ആ സിദ്ധികളെ പ്രദർശിപ്പിക്കുന്ന സിദ്ധന്മാരും വളരെ അപൂർവമാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും നമ്മുടെ പരിസരത്തിലോ അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്ത് എത്താവുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ നമ്മൾ അവരെ കാണാൻ പോകും. അസാധാരണക്കാർക്ക് പോലും അസാധ്യമെന്ന് തോന്നാവുന്ന ഈശ്വരസിദ്ധിയാണ് ജഗത്ത്. ഇതൊക്കെ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനമാണ്. അസാധാരണക്കാർക്ക് പോലും അസാധ്യമെന്ന് തോന്നാവുന്ന ഈശ്വരൻ്റെ സിദ്ധിയാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെക്കാളും വലിയ സിദ്ധിയുണ്ടോ? ഭഗവാന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ സിദ്ധി തന്നെയാണ്. ആ ഭഗവാന്റെ സിദ്ധിക്കകത്ത് ഒരു സിദ്ധൻ നേടുന്ന ചെറിയ ചെറിയ സിദ്ധികൾ അവ തുലവും നിസ്സാരങ്ങളാണ്. ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും ഈ സിദ്ധികളുടെ പുറകെ പോവില്ല. അല്പന്മാരാണ് സിദ്ധികൾ നേടാൻ ശ്രമിക്കുന്നത്. മനുഷ്യർക്ക് അസാധാരണ സിദ്ധികൾ നേടിക്കൊടുക്കുന്ന ശക്തികളാണ് ദ്രവ്യശക്തി, മന്ത്രശക്തി, ക്രിയാശക്തി, കാലശക്തി എന്നിവ. മനുഷ്യന് ഇന്ന് ആകാശത്ത് കൂടി പറക്കാൻ കഴിയും, ഗോളാന്തരങ്ങളിൽ ചെന്നെത്താൻ കഴിയും. ഇതൊക്കെ അത്ഭുത സിദ്ധികളാണ്. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം സിദ്ധികളാണ്. അല്ലെന്ന് നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സകല സിദ്ധികളും മനുഷ്യൻ നേടിയിട്ടുള്ള സിദ്ധികളാണ്. അങ്ങനെയുള്ള സിദ്ധപുരുഷന്മാരെയാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത്. അവരൊക്കെ സിദ്ധപുരുഷന്മാരാണ്, ഒരു സംശയമില്ല. നമ്മെക്കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും അവരാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അവരൊക്കെ ഒരർത്ഥത്തിൽ സിദ്ധന്മാർ തന്നെയാണ്. പലതരം ദ്രവ്യങ്ങൾ കൊണ്ട് വിമാനങ്ങളും ആകാശപേടകങ്ങളും ഒക്കെ നിർമ്മിച്ചാണ് ഈ സിദ്ധികൾ കൈവരിച്ചത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതും
ചന്ദ്രയാൻ വിക്ഷേപിച്ചതും ചൊവ്വയെക്കുറിച്ച് പഠനം നടത്താനായി ഉപഗ്രഹങ്ങളും ശൂന്യാകാശ പേടകങ്ങളും വിക്ഷേപിക്കുന്നതും എല്ലാം സിദ്ധികൾ തന്നെയാണ്. ഇതുപോലെ ഇന്ന് ഭൗതികശാസ്ത്രം നേടിയിട്ടുള്ള അനേകം സിദ്ധികൾ പലതുമുണ്ട്. ഇവയെല്ലാം ദ്രവ്യശക്തി കൊണ്ട് നേടുന്ന സിദ്ധികളാണ്. ദ്രവ്യങ്ങൾ സൃഷ്ടിയിൽപ്പെട്ട ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് മനുഷ്യർ പലതരം സിദ്ധികളും നേടുന്നത്. ഒരു ശൂന്യാകാശ പേടകമോ ഒരു റോക്കറ്റോ ഉണ്ടാക്കണമെങ്കിൽ അതിന് ചില പദാർത്ഥങ്ങൾ ആവശ്യമാണ്. അതൊന്നും ശാസ്ത്രജ്ഞനോ മനുഷ്യനോ സൃഷ്ടിച്ചതല്ല. അതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ തന്നെ ഉള്ളതാണ്, ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അതാണ് മനുഷ്യർ നേടുന്ന സിദ്ധികളുടെ പുറകെ പ്രവർത്തിക്കുന്നത്. ചില ദിവ്യമന്ത്രങ്ങൾ 1,00,000 10,00,000 ഒക്കെ ജപിച്ചുറപ്പിക്കുമ്പോൾ വ്യക്തികൾക്ക് ചില അസാധാരണ കഴിവുകൾ വന്നു ചേരാറുണ്ട്. അതാണ് മന്ത്രശക്തി. അതൊക്കെ ഇത്ര ഉരു ജപിക്കണം എന്ന് കണക്കുണ്ട്. ആവർത്തിച്ച് ഉരുവിട്ടാൽ മാത്രമേ മന്ത്രസിദ്ധി നേടാൻ കഴിയുകയുള്ളൂ. പലതരം ദേവതകളെ ഉപാസിച്ച് ചില പ്രത്യേകതരം തപസ്സുകൾ അനുഷ്ഠിച്ചും പലരും പല സിദ്ധികളും നേടാറുണ്ട്. അതിൽ സാത്വികമായ ദേവതാഭാവങ്ങളുണ്ട്, രാജസമായ ദേവതാഭാവങ്ങളുണ്ട്, താമസമായ ദേവതാഭാവങ്ങളുണ്ട്. കുട്ടിച്ചാത്തൻ, മാടൻ, മറുത, യക്ഷി തുടങ്ങിയവയെല്ലാം താമസ ദേവതാഭാവങ്ങളാണ്. അതുപോലെ മാടൻ, ചുടലമാടൻ, ബ്രഹ്മരക്ഷസ് ഇതൊക്കെ രാജസ ദൈവങ്ങളാണ്. അമ്പലത്തിൽ മന്ത്രപൂർവമായി വൈദിക അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് വൈദിക കർമ്മങ്ങളുടെ സഹായത്തോടു കൂടി പ്രതിഷ്ഠിക്കപ്പെടുന്ന ദേവതമാരാണ് സാത്വിക ദേവതകൾ. അതായത് അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈശ്വരന്മാർ. ഒരേ ഈശ്വരൻ തന്നെയാണ്, പല പ്രകാരത്തിൽ നമ്മൾ ധ്യാനത്തിനായി അംഗീകരിക്കുന്നു. ഇപ്പോൾ ഓരോരുത്തരുടെയും മനസ്സ് ഏത് ഗുണത്തിന് വിധേയമാകുന്നു ആ ഗുണമുള്ള ദേവതയെ ആയിരിക്കും ആ വ്യക്തി ഉപാസനയ്ക്കായി തിരഞ്ഞെടുക്കുക. ഞാൻ ഒരു ദേവനെയോ ഒരു ദേവിയെയോ അംഗീകരിക്കുമ്പോൾ അതിൽ എന്താണ് പ്രകടമാകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ സാത്വികനോ രാജസനോ താമസനോ ഏതാണോ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ദേവതയെ തിരഞ്ഞെടുക്കും. ഇങ്ങനെ പലതരം ദുഷ്ടശക്തികളെയും അതുപോലെ സാത്വിക ശക്തികളെയും സിദ്ധികൾ നേടാനായി മനുഷ്യർ ഉപയോഗിക്കാറുണ്ട്. പതഞ്ജലിയുടെ യോഗസൂത്രത്തിലെ സിദ്ധിപാദം എന്ന അധ്യായത്തിൽ ഇത്തരം ക്രിയാശക്തികളെ വേണ്ടുവോളം വിവരിച്ചിട്ടുണ്ട്. പതഞ്ജലി മഹർഷിയാണ് യോഗസൂത്രം രചിച്ചത്. ആ യോഗസൂത്രത്തിൽ സിദ്ധിപാദം എന്നുള്ള അധ്യായത്തിൽ യോഗാനുഷ്ഠാന ക്രമങ്ങളിലൂടെ എന്തൊക്കെ സിദ്ധികൾ ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്.